തമിഴ്നാട്ടിൽ വൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി അണ്ണാ DMK അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഓരോ കുടുംബത്തിനും 10,000 രൂപ നൽകും. വിലക്കയറ്റത്തിൽ വലയുന്ന ജനങ്ങൾക്ക് ആശ്വാസമായാണ് ധനസഹായം നൽകാൻ ഉദ്ദേശിക്കുന്നതെന്ന് അണ്ണാ DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. மக்களின் அன்றாட குடும்ப சுமை பன்மடங்கு அதிகரித்து விட்டது. எனவே மக்களின் சுமையை குறைக்கும் வகையில் அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழக ஆட்சி அமைந்தவுடன் ஒவ்வொரு குடும்பத்திற்கும் கருணை தொகையாக 10,000 ரூபாய் வழங்கப்படும். அறிவிப்பு 2. KV ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചേ പറ്റുകയുള്ളൂ. ഇപ്പോൾ വമ്പൻ പ്രഖ്യാപനങ്ങൾ അതിന് തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്ന എടപ്പാടി പളനിസ്വാമി എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്? കഴിഞ്ഞ ദിവസമാണ് DMK സർക്കാർ 5,000 രൂപ അക്കൗണ്ടിലേക്ക് നൽകുന്ന അല്ലെങ്കിൽ നൽകിക്കൊണ്ടുള്ള ഒരു നടപടി സ്വീകരിച്ചത്. ഇതിനെതിരെ വലിയ വിമർശനമൊക്കെ ഉയർന്നിരുന്നെങ്കിലും പ്രതിപക്ഷ പാർട്ടികളും സമാനമായിട്ടുള്ള രീതിയിലുള്ള വലിയ വാഗ്ദാനങ്ങൾ തന്നെയാണ് നൽകുന്നത്. അണ്ണാ DMK 3ാം ഘട്ട പ്രകടന പത്രികയാണ് ഇപ്പോൾ പുറത്തിറക്കുന്നത്. ഒരു കുടുംബത്തിന് 10,000 രൂപ നൽകും എന്നുള്ളതാണ് പുതിയ പ്രഖ്യാപനം. അതായത് അധികാരത്തിലെത്തിയാൽ ഒരു കുടുംബത്തിന് 10,000 രൂപ നൽകും. തമിഴ്നാട്ടിലെ ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് വലിയ തോതിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇതിനൊരു സമാശ്വാസം എന്ന രീതിയിലാണ് അധികാരത്തിലെത്തി ഉടൻ തന്നെ ഈ 10,000 രൂപ കൈമാറുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ വലിയ വിഷയമാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കും 2,000 രൂപ, തൊഴിൽ ലഭിക്കാത്ത ആളുകൾക്ക് 2,000 രൂപ നൽകും. ഇവരിൽ +2 പാസ്സായവരുണ്ടെങ്കിൽ അവർക്ക് 1,000 രൂപ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് 8,000 രൂപയാണ് നിലവിൽ തമിഴ്നാട് സർക്കാർ നൽകുന്നത്. അത് 12,000 രൂപയാക്കി ഉയർത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ നെയ്ത്തുകാർക്കുള്ള ഒരു പൈസ കൂടി അവർക്ക് കൂടി വാഗ്ദാനം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ സമൂഹത്തിൽ താഴെ തട്ടിലുള്ള ആളുകൾക്കെല്ലാം തന്നെ ഇങ്ങനെ വലിയ വാഗ്ദാന പെരുമഴ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂഡിലായി കഴിഞ്ഞു. വലിയ തോതിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നുണ്ട്. ഇരു മുന്നണികളും അതുപോലെ തന്നെ TVKയും വലിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഇതിൽ ആരെ തമിഴ് ജനത ചേർത്ത് പിടിക്കും, ആരുടെ വാഗ്ദാന പെരുമഴയിൽ തമിഴ് ജനത കൂടെ നിൽക്കും എന്നുള്ള ഒരാൾ പ്രഖ്യാപിക്കുന്നു, അതുക്കും മേലെ അടുത്തയാൾ പ്രഖ്യാപിക്കുന്നു.